ഒരു അന്നദാനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ രാത്രി 10 മണിയായപ്പോൾ അമ്പലത്തിൽ തിരിച്ചെത്തി. കാവടി കെട്ടണം. നാളെ അതിനുള്ള സമയം കിട്ടില്ല. അപ്പൊ ഇന്നാണ്. ഇതെല്ലാം കലശങ്ങളാണ്. ഇതിനകത്ത് പാൽക്കാവടി, പുഷ്പക്കാവടി, എണ്ണക്കാവടി, ഇതിന്റെയൊക്കെ ദ്രവ്യങ്ങൾ നിറയ്ക്കുന്നതാണ്. ഇതാണ് നമ്മൾ തോളിൽ എന്തുന്ന കാവടി. ഇതിലെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? കാവടി അലങ്കരിക്കുന്ന സ്വത്തുക്കൾ. അതാണ് നമ്മുടെ ജോലി. അത് നിന്റെ കാവടിയാ? ഇത് നിന്റെ കാവടിയാ? ഇവിടെ ഇതെന്താ നിനക്ക് മാത്രം വലിയ കാവടി? ഞാൻ പറയാം, ഇത് ഈ കോവിലിന് വേണ്ടി നമ്മള് അട്ടിക്കാവടിക്ക് വേണ്ടി ചെയ്ത കാവടിയാണ്. ഓ, ആദ്യത്തെ കാവടിക്ക് ഉള്ളതാണല്ലേ? ഈ കാവടി എടുക്കാൻ വേണ്ടി കൊതിയാണ് ആൾക്കാർ. ഈ കാവടിക്ക് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മുരുകന്റെ മുഖം വരച്ചു. ഓ, കൊത്തി വെച്ചിട്ടുണ്ടല്ലേ? അതാണ് ഫസ്റ്റ് വീണോന്ന് എല്ലാരും ആഗ്രഹിക്കുന്നല്ലേ? അടിപൊളി അടിപൊളി കാവടി കേട്ടോ. ഇതായിരിക്കും നാളെ വിനോദം എടുക്കണത്. ബാക്കി നമ്മൾ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു കാവടിയായിരിക്കും. പോടാ. ഓക്കെ, ഞങ്ങളൊന്ന് കാവടി ഒരുക്കട്ടെ ഗൈസ്. രണ്ട് തല 8 പീലി 4 ഹാരയിട്ട് കാവടി ഇതുപോലെ എല്ലാ കാവടി സെറ്റായി കഴിയുമ്പോഴത്തേക്ക് പണി കഴിയും. സ്പെഷ്യൽ Q&A. അതേ സുഹൃത്തുക്കളെ, 2025 ഫെബ്രുവരി 11-ാം തീയതി നമ്മൾ വീണ്ടും അഗ്നി കാവടി എടുക്കാൻ പോവാണ്. ഒരടി വേലുകുത്തി നമ്മൾ 11-ാം തീയതി കരിയം ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അഗ്നി കാവടിക്ക് ഇറങ്ങാൻ പോകുന്നതായിരിക്കും ഗൈസ്. ഇത് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും. അനന്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാവടി എന്നാ ചേട്ടാ 11-ാം തീയതി. ഏറ്റവും കൂടുതൽ വന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രോ എവിടെ കാവടി വ്ളോഗുകൾ എവിടെ? കഴിഞ്ഞ വർഷം നമ്മൾ കണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. ഇപ്രാവശ്യം എന്താ ചെയ്യാത്തതെന്ന് ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 21 ദിവസവും ഷൂട്ടില്ലായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ് തുടക്കം മുതൽ എൻഡ് വരെ കംപ്ലീറ്റ് കാര്യങ്ങൾ എനിക്ക് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറ്റിയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് 21 ദിവസം വ്രതമുള്ളതിൽ 10 ദിവസവും ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആണ് ഞാൻ രാവിലെ അമ്പലത്തിൽ പോകുന്നതും നിർമ്മാല്യം തൊഴുന്നതും രാത്രി ദീപാരാധനയും എല്ലാം എറണാകുളത്ത് വെച്ചായിരുന്നു. അപ്പോൾ അതിന്റെ ഇടയിൽ കൂടെ വ്ളോഗ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നാട്ടിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എല്ലാം അടിപൊളിയായി ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചതല്ലേ, ഇപ്രാവശ്യം വീണ്ടും അതിനെ ചെയ്ത് കഴിഞ്ഞാൽ ആവർത്തന വിരസത വന്നാലോ? കാരണം സെയിം പ്രൊസീജിയർ ആണ്, വ്രതമൊന്നും ഒരു കാലത്ത് മാറത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വ്ളോഗ് ചെയ്യാതിരുന്നത്. ഞാൻ വിചാരിച്ചു ഷോർട്ട് വീഡിയോസ് ആയിട്ട്. പക്ഷേ എന്നാൽ ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ കമന്റ് ചെയ്തിരുന്നത് കാവടി വ്ളോഗ്സ് കാണണമെന്ന് പറഞ്ഞിട്ടാണ്. സത്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നേ ഇത്രത്തോളം നമ്മുടെ കാവടി സീരീസ് ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു. അതറിഞ്ഞാൽ ഭയങ്കര സന്തോഷം കേട്ടോ. ഈ 912 ഒരു കൊച്ചു ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം എനിക്ക് ഫീൽ ചെയ്തത് ഗൈസ്. ദേഹത്ത് ശരിക്കും മുരുകൻ കയറുമോന്ന്. അപ്പോൾ ഇതൊരു ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കവർ ചെയ്താൽ എനിക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റുള്ളൂ ഗൈസ്. പക്ഷേ ദേഹത്ത് ദൈവം കയറുക എന്ന് പറയുന്നത്, ഇപ്പോൾ മുരുകൻ കയറുന്നു, ദേവി കയറുന്നു എന്നൊക്കെ പറയുന്നത്, ഇതൊക്കെ ഒരു സർജ് ഓഫ് എനർജിയാണ് നമ്മുടെ ബോഡിയിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നത്. ശരിക്കും ദൈവം കയറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദിലക്ഷ്മിയോട് ചോദിക്കട്ടെ, ആദിലക്ഷ്മി ശരിക്കും ദൈവത്തെ കണ്ടിട്ടുണ്ടോ? നമ്മൾ ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളൊരു ശക്തിയല്ലേ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ മനസ്സിലൊരു രൂപം ഉണ്ടായിരിക്കും. ആ രൂപത്തെയാണ് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ഒരു ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിംഗിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊച്ചിലെ അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്, അച്ഛാ എന്താണ് അച്ഛാ ശരിക്കും ദൈവം എന്ന് ഞാൻ പണ്ട് ചോദിച്ചപ്പോൾ അച്ഛനോട് പറഞ്ഞതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എനർജിയാണ്. ഇപ്പോൾ നമ്മൾ പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന പോലെ അതൊരു ശക്തിയാണ്. നമ്മൾ അമ്പലത്തിൽ പോയി നമ്മൾ ഒരു ബിംബത്തിന് മുമ്പിൽ ആരാധിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള പോസിറ്റീവ്നെസ്, നമ്മുടെ കാര്യങ്ങളെല്ലാം ആ ഒരു ബിംബത്തിലോട്ട് സ്റ്റോർ ആവുന്നത് പോലെയാണ്. അതൊരു പോസിറ്റീവ് എനർജിയുടെ ഒരു സംഭരണിയാണ്. നമ്മൾ എന്നിട്ട് അനുഗ്രഹം ചോദിച്ച് നമ്മൾ ദൈവത്തിന് മുമ്പിൽ ചെന്ന് ദൈവമേ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് അറ്റ്ലാസ്റ്റ് നമ്മുടെ ദേഹത്ത് അനുഗ്രഹം വരുമ്പോൾ ആ ഒരു സർജ് ഓഫ് എനർജിയുടെ എക്സ്പ്ലോഷൻ ആണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ചെണ്ടമേളം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മണിയടി കേൾക്കുമ്പോൾ ഇല്ലെങ്കിൽ പെട്ടെന്നൊരു നമ്മൾ ഭയങ്കര ഏകാഗ്രതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്നൊരു സർജ് ഓഫ് എനർജി നമ്മുടെ ദേഹത്തൂടെ അങ്ങ് കറണ്ട് കണക്ക് കയറി പോകും. നമ്മുടെ ബ്രീത്തിങ് കൂടും, നമ്മുടെ ഹാർട്ട് ബീറ്റ് എലിവേറ്റ് ആവും, നമ്മൾ ഭയങ്കരമായിട്ട് വിയർക്കും. നമുക്ക് എക്സ്പോണൻഷ്യൽ ആയിട്ട് നമ്മുടെ ഫിസിക്കൽ കേപ്പബിലിറ്റീസ് കൂടും, നമ്മുടെ ശക്തി കൂടും, നമ്മുടെ പെയിൻ ടോളറൻസ് കൂടും. അത് ഒരു എക്സ്പ്ലോഷൻ ഓഫ് തിങ്സ് ആണ്. അതിനെയാണ് ശരിക്കും ഓരോ ആൾക്കാർ ഓരോന്ന് പറയും, ദേഹത്ത് ദൈവം കൂടുന്നത് ഇല്ലെങ്കിൽ ദേഹത്തോട്ട് ഈശ്വരൻ വന്ന് കയറുന്നത് എന്നൊക്കെ പറയുന്നത് അതിനെയാണ്. ഇതേ സംഭവം എന്റെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് കേട്ടോ, നിങ്ങൾ വേറെ വിചാരിക്കുന്നത്. ഇതേ സെയിം സംഭവം നമ്മുടെ ദേഹത്തോട്ട് ഒരു നെഗറ്റീവ് എനർജിയാണ് കയറുന്നതെന്ന് വെച്ചോ, ആ നെഗറ്റീവ് എനർജി കയറുമ്പോഴാണ് നമ്മുടെ ദേഹത്ത് പ്രേതം കൂടി, ബാധ കയറി, പിശാച് കയറി എന്നൊക്കെ പറയുന്നത്. അത് സെൽഫ് ഹാമിംഗ് ആയിട്ടുള്ള ഒരു എനർജിയാണ് അന്നേരം നമ്മുടെ ദേഹത്ത് കയറുന്നത്. നേരെ ഓപ്പോസിറ്റ് നമുക്ക് അനുഗ്രഹം വരുമ്പോൾ അത് ഒരു പോസിറ്റീവ് എനർജിയാണ്. വല്ലോ മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ദേഹത്ത് ശരിക്കും മുരുകൻ കയറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന മുരുകനെയാണ്, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഇപ്പോൾ ദേവിയാണ്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിൽ ഇടം നേടിയിട്ടുള്ള രൂപം ഏതാണോ ആ ദൈവമായിരിക്കും നമ്മുടെ ദേഹത്തോട്ട് വരുന്നത്. ആ രൂപത്തിലായിരിക്കും നമ്മൾ തുള്ളുന്നത്. അതാണ് എൻ്റെ ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിംഗ്. മനസ്സിലാവാത്ത കാര്യങ്ങളെ നമ്മൾ എപ്പോഴും വിമർശിച്ചിട്ടുള്ള ഒരു ചരിത്രം മാത്രമേ നമുക്കുള്ളൂ. ഇത് ഒരിക്കലും ഇത് ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് കൺസീവ് ചെയ്യാൻ പറ്റില്ല. കാരണം എങ്ങനെയാ ഇപ്പോൾ ഞാൻ പറയുക, അന്നേരം എനിക്ക് സ്പോണ്ടേനിയസ് ബേസ്റ്റ് ഓഫ് എനർജി വരും, എൻ്റെ ബോഡി ഫുൾ വൈബ്രേറ്റ് ആവും, എൻ്റെ മനസ്സിൽ കാണുന്ന ദൈവത്തിന്റെ രൂപത്തിലായിരിക്കും, പിന്നെ എൻ്റെ ആക്ഷൻസ് മൊത്തം എന്ന് എങ്ങനെയാ ഞാൻ പറഞ്ഞ ഒരാൾക്ക് മനസ്സിലാവുക? അതുകൊണ്ട് ഇത് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ സ്കെപ്റ്റിക്കൽ തന്നെയായിരുന്നു. എൻ്റെ ഫസ്റ്റ് കാവടിക്ക് ഞാൻ 71 ദിവസമാണ് വ്രതം എടുത്തത്. എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പറഞ്ഞാൽ ഒരു കാരണവശാലും ഞാൻ മനസ്സറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ ഞാൻ തൊഴുത് ഈ നാടായ നാടുള്ള എല്ലാ അമ്പലങ്ങളിലും പോയി ഞാൻ 71 ദിവസം വ്രതമാണ് എടുത്ത്. നിങ്ങൾ ആലോചിച്ചോ, എന്നിട്ട് എനിക്ക് കിട്ടുന്നില്ല. പല അമ്പലങ്ങൾ അനുഗ്രഹം കൊടുക്കുമെന്ന് പറയുന്ന അമ്പലങ്ങളിൽ പോയി ഭസ്മമായിട്ട് കിട്ടുന്നില്ല. പല സ്ഥലത്ത് പോയി പല നേർച്ചകൾ നടത്തി കിട്ടുന്നില്ല. കുടുംബകോവിൽ പോയി പ്രാർത്ഥിച്ച് കിട്ടുന്നില്ല. മുരുകൻ ഈ നാട്ടിൽ ഈ തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ അന്നേരം പോവാത്ത അമ്പലങ്ങൾ കുറവായിരിക്കും. എന്നിട്ട് ഞാൻ ചോദിച്ച് അവസാനം കാപ്പ് കെട്ടുന്ന ദിവസം വന്നപ്പോൾ എനിക്കറിയില്ല, എനിക്ക് ഒരു ഉറപ്പില്ല. പക്ഷേ എന്നാലും ഞാൻ ചോദിക്കുന്നില്ല. എന്നാൽ പല ദിവസങ്ങളിലും അമ്പലം നിൽക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ഫ്ലക്ച്വേഷൻ എൻ്റെ മൈൻഡിലും ബോഡിയിൽ ഫീൽ ചെയ്യുമായിരുന്നു. തൊഴുതോട് നിൽക്കുമ്പോൾ ബോഡി നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് ഇങ്ങനെ അനങ്ങും. അപ്പോൾ അത് ഞാൻ നോട്ടീസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച് എന്താ അനങ്ങനെയെന്നൊക്കെ ഞാൻ ആലോചിച്ച് നിൽക്കുമ്പോൾ അമ്പലത്തിൽ പൂജ തീരും, ഞാൻ കണ്ണുറക്കം അത് കഴിയും. ചില ദിവസങ്ങളിൽ നിന്ന് തൊഴുമ്പോൾ ഭയങ്കരമായിട്ട് വിയർക്കുമായിരുന്നു. ചില ദിവസങ്ങളിൽ എനിക്ക് പ്രോപ്പറായിട്ട് എൻ്റെ ബോഡി ഇങ്ങനെ ആലില പോലെ ആടുമായിരുന്നേ. പക്ഷേ എനിക്കത് മനസ്സിലായി എന്തുകൊണ്ടാണ് ആടുന്നത് വെച്ചാൽ ഞാൻ ബോഡി
ബോഡിയെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് റിലാക്സ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് കാപ്പ് കെട്ടുന്നതിന്റെ അന്ന് ഞാൻ തൊഴുവായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ മണി അടിക്കുന്നു, ഒരു സൈഡ് ചെണ്ടമേളം നടക്കുന്നു, ചന്ദനത്തിരി കത്തിച്ചതിന്റെ മണം എന്റെ മനസ്സിലോട്ട് വരുന്നു, കർപ്പൂരം കത്തിക്കുന്നതിന്റെ മണം വരുന്നു, എന്തൊക്കെയോ നടക്കുക. അപ്പോൾ പെട്ടെന്ന് ഞാൻ എന്റെ മനസ്സ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാങ്ക് ആക്കി. ഈ ഒരു ആട്ടം ഉണ്ടല്ലോ, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു മൊമെന്റിലോട്ട് ഞാൻ എന്റെ മനസ്സിനെ അർപ്പിച്ചു കൊടുത്തു. ഞാൻ ഒന്നും ചിന്തിക്കാൻ പോകില്ല, എന്താണോ എന്റെ ബോഡിയിൽ വരാൻ പോകുന്നത് അത് വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ നിന്നിട്ട് ഞാൻ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ഞാൻ നിന്ന് അങ്ങ് തുള്ളുകയാണ്. ഒരു രീതിയിൽ എനിക്കത് ഒരു വലിയ വിളിയും ബഹളവും. എന്റെ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ എല്ലാവരും എന്നെ ഇങ്ങനെ എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടി ഞാൻ അന്തം വിട്ട് നോക്കി നിൽക്കുക. ഞാൻ അങ്ങ് നിന്ന് തുള്ളുകയാണ്. എന്തെന്നറിഞ്ഞൂടാത്ത സന്തോഷം മനസ്സിന്, എന്തെന്നറിഞ്ഞൂടാത്ത ഒരു ഫ്രീഡം ബോഡിക്ക്. അന്നേരം ഭയങ്കര ഒരു ഓംനി പൊട്ടന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീലാണ്. നമുക്ക് എന്തും പറ്റും, നമ്മളെ കൊണ്ട് എന്ത് സാധിക്കും എന്നുള്ളൊരു ഫീലാണ് അന്നേരം നമ്മുടെ മനസ്സിൽ ഒരു ദൈവികമായ ഒരു ഫീൽ. നമ്മൾ കോൺഷ്യസ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. എന്നാൽ നമ്മുടെ ബോഡി എക്സ്പോണൻഷ്യലി പവർഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺഇമാജിനബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ബോഡി ട്രാൻസ്ഫോം ആവുകയാണ്. അപ്പോൾ അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ശരിക്കും എന്തോ ഒരു സംഭവം എന്റെ ബോഡിയിൽ സംഭവിച്ചിട്ടുണ്ടെന്ന്. പലരും പറയും ഇത് ട്രാൻസ് ആണ്, അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഋതം കേൾക്കുമ്പോൾ വരുന്നതാണ്. ഇല്ല, ഒരു ഋതം ഇല്ലാതെ വരെ എനിക്ക് അനുഗ്രഹം വന്നിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു സ്പാർക്ക്. ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ അനുഗ്രഹിക്കാൻ ചിലപ്പോൾ നിൽക്കുമ്പോൾ നമ്മുടെ തലയിൽ ചിലപ്പോൾ ഒരു ലൈറ്റ് ടാപ്പ് ആയിരിക്കും നമ്മൾക്ക് അതിനകത്തോട്ട് ക്രോസ് ഓവർ ചെയ്ത് വിടുന്നത്. ചിലപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള ഒരു മണമായിരിക്കും നമ്മൾ ആ ഒരു ക്രോസ് ഓവറിലോട്ട് കൊണ്ടിടുന്നത്. എനിക്ക് ഈ ഒരു സംഭവം ഇതിലും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. കാർത്തിക് സൂര്യ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയം. അപ്പൊ ഈ കാർത്തിക് സൂര്യ ഇപ്പൊ നിലവിൽ രണ്ടാമത് വീണ്ടും അഗ്നികാവടിയും ആ സംഭവങ്ങളൊക്കെ എടുക്കാൻ പോകണാണ്. അപ്പൊ ഈ ഒരു ടൈമിനകത്ത് ഈ കാർത്തിക് സൂര്യനെ വിമർശിക്കുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആ ഒരു ടൈമിനകത്ത് മുന്നേയും പുള്ളി ഇതേപോലെ അഗ്നികാവടിയും ആ ഒരു ടൈമിനകത്ത് ഞാൻ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. കാരണം ഞാൻ പുള്ളിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഞാൻ ദൈവത്തിനകത്ത് വിശ്വസിക്കാത്ത ഒരാളാണ്. ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ടെന്ന് വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ എന്നും പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും ഒരാളോട് പറയില്ല നിങ്ങളും വിശ്വസിക്കാൻ പാടില്ല, നിങ്ങളും ദൈവത്തിൽ വിശ്വസിക്കാൻ പാടില്ല, നിങ്ങളും എന്നെപ്പോലെ വിശ്വാസമില്ലാത്ത ഒരാളായിട്ട് മാറും. അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും ഒരാളോട് പറയില്ല. കാര്യം എന്താണ്, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എൻ്റെ ഇഷ്ടമാണ് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. അതേപോലെ തന്നെ കാർത്തിക് സൂര്യയുടെ ഇഷ്ടമാണ് പുള്ളി ദൈവത്തിനകത്ത് വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ എന്നുള്ളത്. ഇപ്പൊ കാർത്തിക് സൂര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്. പുള്ളിയുടെ ലൈഫിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് പുള്ളിക്കാരൻ വ്ളോഗ് എടുത്തിട്ട് നാട്ടുകാരെ കാണിക്കുക. അപ്പൊ അത് കാണണമെന്നുള്ളവർ അത് കണ്ടാൽ മതി. പുള്ളി അല്ലാണ്ട് പുള്ളിയുടെ ലൈഫിനകത്ത് നടക്കുന്ന ഇപ്പൊ അഗ്നികാവടി പോലത്തെ ഒരു സംഭവം പുള്ളിയുടെ ലൈഫിനകത്ത് നടക്കുമ്പോൾ പുള്ളി അത് ഷൂട്ട് ചെയ്ത് കാണിക്കും. അതിപ്പോ എന്താണ് തെറ്റിരിക്കണത് എനിക്ക് മനസ്സിലാവുള്ള. ഇപ്പൊ ഈ ഒരു വീഡിയോനകത്ത് പുള്ളി ഇപ്പൊ രണ്ടാമത് അഗ്നികാവടി എടുക്കാൻ പോകുന്നതിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ അതിനകത്ത് പുള്ളി ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഈ അഗ്നികാവടി, അതേപോലെ എന്താണ് അവിടെ ശരിക്കും സംഭവിക്കുന്നത്, പുള്ളിക്ക് ദൈവം കയറി എന്നുള്ള സംഭവത്തിനൊക്കെ പുള്ളി ഇതിന് കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ഞാൻ പിന്നെ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഈ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതായത് ഈ അഗ്നികാവടി പോലുള്ള സംഭവങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തവരുണ്ടാവും. ഞാൻ എൻ്റെ കേസാണ് പറയുന്നത്. ഞാൻ ഇതേപോലുള്ള ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എക്സ്പീരിയൻസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഒരു ഫീലൊന്നും വന്നില്ലെങ്കിൽ അപ്പം എനിക്ക് പറയാം, അതായത് അവൻ കാണിക്കുന്നത് ഉടായ്പാണ്, കാര്യം ഞാൻ അത് ചെയ്തിട്ട് എനിക്കൊന്നും തോന്നിയില്ല എന്ന് എനിക്ക് പറയാം. പക്ഷെ അല്ലാതെ ഞാനത് ചെയ്യാത്തോടത്തോളം കാലം എനിക്ക് എങ്ങനെ പറയാൻ പറ്റും ആ പുള്ളി കാണിക്കുന്നത് ഉടായ്പാണ്, അല്ലെങ്കിൽ പുള്ളി കാണിക്കണതൊക്കെ വെറുതെയാണ്, വെറുതെ അഭിനയിക്കണേണ്, അങ്ങനെയൊക്കെ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? കാര്യം എനിക്ക് അങ്ങനെ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു അഗ്നികാവടി പോലത്തെ ഒരു സംഭവം ചെയ്യാത്തോടത്തോളം കാലം എനിക്ക് എങ്ങനെയാണ് അത് പറയാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുള്ള. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകളാണെങ്കിലും. ഇപ്പോൾ ഒരു കമൻറ്റ് ഞാൻ അവിടെ സൈഡിനകത്ത് കൊടുക്കുക, അത് ഇത്തിരി വാലിഡ് ആയിട്ടുള്ളൊരു കമൻറ്റാണ്. അപ്പോൾ ആ ഒരു കമൻറ്റിനകത്ത് പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സെൽഫ് ഹാം ചെയ്യുന്നതൊക്കെ ഏത് ദൈവത്തിനാണ്, അത് അങ്ങനെ ദൈവത്തിനെ തൃപ്തിപ്പെടുത്തേണ്ട കാര്യമുണ്ടോ എന്നൊക്കെയാണ് ആ പുള്ളി ചോദിച്ചേക്കുന്നത്. ഇതേപോലുള്ള ചോദ്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ദൈവത്തിനകത്ത് വിശ്വസിക്കാത്തത്. അപ്പോൾ അതേപോലെ പല ചോദ്യങ്ങളും ഇപ്പോൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു പുലിയും ഒരു മാനും ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പുലി എന്തായിരിക്കും ദൈവത്തിനോട് പ്രാർത്ഥിക്കുക? പുലി പ്രാർത്ഥിക്കണതെന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെയെങ്കിലും ആ മാനിനെ ഒന്ന് കഴിക്കണം, അപ്പോൾ എനിക്ക് എൻ്റെ ഒരു നേരത്തെ വിശപ്പ് മാറുമല്ലോ എന്നായിരിക്കും പുലി പ്രാർത്ഥിക്കുന്നത് ദൈവത്തിനോട്. പക്ഷെ മാൻ പ്രാർത്ഥിക്കുന്നത് എന്തായിരിക്കും? മാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ഈ പുലിയുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ എന്നായിരിക്കും ഈ മാൻ പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം ആരുടെ ഭാഗത്ത് നിൽക്കും? ഈ ദൈവം തന്നെയാണ് പുലിനെ ഉണ്ടാക്കിക്കണം, ദൈവം തന്നെയാണ് മാനിനെ ഉണ്ടാക്കിക്കണം. ഞാൻ ദൈവം ഉണ്ടെങ്കിലുള്ള കേസാട്ടോ പറയുന്നത്. അപ്പോൾ ദൈവം തന്നെയാണ് ഇവർ രണ്ടുപേരും ഉണ്ടാക്കിക്കണം. അപ്പോൾ അത്രയ്ക്കും നല്ലൊരു മനുഷ്യനാണ് ഈ ദൈവമെങ്കിൽ ദൈവത്തിന് വേണമെങ്കിൽ ചിന്തിക്കാറുണ്ട്, ഓ പുലി അവൻ സസ്യമുക്കായിട്ട് ജീവിക്കട്ടെ, അവൻ അതാകുമ്പോൾ വല്ല പുല്ലും അല്ലെങ്കിൽ ചെടിയൊക്കെ തിന്നിട്ട് അവൻ ജീവിച്ചോളുമല്ല. അങ്ങനെ ദൈവം ചിന്തിച്ചില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചിന്താഗതികൾ. ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് വെച്ചേക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ദൈവത്തിനകത്ത് വിശ്വസിക്കാത്തത്. പക്ഷെ ഞാൻ ഒരിക്കലും ഒരാളോട് പറയാറില്ല നിങ്ങൾ ദൈവത്തിനകത്ത് വിശ്വസിക്കരുത്, അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും പറയാറില്ല. കാര്യം അത് അവനവൻ്റെ ഇഷ്ടമാണ്. കാര്യം നമുക്കൊരു ഹോപ്പ് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പം ദൈവത്തിനകത്ത് നിങ്ങൾ വിശ്വസിച്ചിട്ട് ബാക്കിയുള്ളവരെ ആരെയും നിങ്ങൾ ഉപദ്രവിക്കാൻ പോകുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വിശ്വാസത്തിനകത്ത് യാതൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഈ
കാർത്തിക് സൂര്യയുടെ ഈ ഇപ്പൊ കേസ് എടുത്തു കഴിഞ്ഞാൽ പുള്ളി അഗ്നികാവടി ചെയ്യുന്നത് കൊണ്ട് വേറൊരാൾക്കും യാതൊരു പ്രശ്നവും അല്ലെങ്കിൽ ഉപദ്രവവും അതുകൊണ്ട് ഉണ്ടാകുന്നില്ല. പുള്ളിയുടെ ശരീരത്തിന് വേദന എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ള പുള്ളീനെ ബാധിക്കുന്ന കേസാണ്. അതിപ്പോ നമ്മളത് കണ്ടിട്ട് ഇപ്പൊ ബാക്കിയുള്ളവര് കണ്ട് ഇതായിപ്പോ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പുള്ളിയുടെ ലൈഫിനകത്ത് പുള്ളിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് ബാക്കിയുള്ള ഒരാളെ ബാധിക്കാത്തടത്തോളം കാലം നമ്മൾ എന്തിനാണ് അതിനകത്ത് ഇത്രയും കയറി പുള്ളീനെ കുറ്റപ്പെടുത്തുകയും അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നൊന്നും എനിക്ക് അതിനകത്ത് തോന്നുന്നില്ല. അപ്പൊ എനിക്ക് അത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് വീഡിയോ കമന്റ് വീഡിയോ ഇഷ്ടപ്പെട്ടല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് ടാറ്റ ബൈ സീ യു.